കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ക്രിസ്തുവിലുള്ള ദൈവവചനത്തിലുള്ള സത്യത്തിൻ്റെ അറിവ് നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും അത് വിടുതലാണ്. അതിനെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആ സന്ദേശമായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ തന്നെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ TV പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകമെങ്ങും ഇത്ര പേരാ നമ്മളുടെ ഒരു മീറ്റിങ്ങിൽ വരാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവരുടെയൊക്കെ വീടുകളിൽ ഈ TV-യിലൂടെ ദൈവവചനത്തിൻ്റെ സന്ദേശം അവർ കേൾക്കുമ്പോൾ സമാധാനം ലഭിക്കുന്നു. ആത്മഹത്യ ചെയ്യണമെന്ന് കരുതിയവർ ഒരു പുതുജീവിതത്തിലേക്ക് വരുന്നു. തകർന്ന കുടുംബങ്ങൾ ഒന്നായിത്തീരുന്നു. വഴിതെറ്റിയവർ, മദ്യപാനത്തിൽപ്പെട്ടവർ, ഡ്രഗ് അഡിക്ട്സൊക്കെ വിടുതലാകുന്നു. എത്ര ശക്തിയാണ് ദൈവവചനത്തിന്! അത് പറയുന്നത് തങ്കു ബ്രദറോ തോമസ് കുട്ടി ബ്രദറോ മറ്റൊരു ശുശ്രൂഷകനോ ആയിരിക്കും. നമ്മളത് എടുത്തു പറയുന്നുള്ളൂ. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ തിരുവചനം എന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവെ ഈ TV പ്രോഗ്രാമിനെ നീ നിറയ്ക്കണം, വഴികൾ തുറക്കണം. നമുക്ക് ഓരോ എപ്പിസോഡുകളും ചെയ്യുവാൻ വലിയൊരു തുക നമുക്ക് ആവശ്യമുണ്ട്. ഈ പലരും ഇത് സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇതുവരെ നടന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രേരണ തരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. അത് അനേകർക്ക് അനുഗ്രഹമായിരിക്കും. നമുക്ക് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായം 31 32 വേദഭാഗം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്കാണ്. എൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: And if you abide and continue in my word, if you continue in my word, you are my disciples indeed, and you will know the truth, and the truth will make you free. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. Now, ദൈവവചനം ആ സത്യം. ആ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നറൻസ്, അറിവില്ലായ്മ മാറ്റും. എന്നാൽ അത് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവേ ആകുന്നുള്ളൂ. ഹല്ലേലൂയ. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം. സത്യം അറിയുകയും സത്യം നിങ്ങൾക്ക് സ്വതന്ത്രരാകും. ആ സത്യം അറിയുക എന്ന് പറയുമ്പോൾ യേശു ആരാണെന്ന് അറിഞ്ഞു, ഞാൻ ആരാണെന്ന് അറിഞ്ഞു, ദൈവവചനം എന്താണെന്ന് എനിക്കറിയാം. ഇതെല്ലാം അറിവാണ്. എന്നാൽ ആ അറിവിൻ്റെ പുറത്ത് ഞാൻ തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ, കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം കാര്യങ്ങൾ നടക്കുന്നത്. പലപ്പോഴും വിശ്വാസത്തിൽ വന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയും. ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞ് നടന്നില്ലെങ്കിൽ അതോടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിൻ്റെ തിരിഞ്ഞു നോക്കാൻ പോകത്തില്ല.
പക്ഷേ യേശു പറയുന്നത് അങ്ങനെയല്ല. സത്യം നിങ്ങളെ അറിയുകയും സത്യം നിങ്ങൾക്ക് സ്വതന്ത്രം വരുത്തും എന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇഫ് യു കണ്ടിന്യൂ ഇൻ മൈ വേർഡ്. നിങ്ങൾ ഏത് കാര്യമാണോ അറിഞ്ഞത്, ആ വാക്ക്, ആ വചനം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഇത് ഞായറാഴ്ച പറഞ്ഞ് അവസാനിക്കുകയാണെങ്കിൽ ആ വചനം ഞാൻ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഇത് നടക്കും എന്ന ഉറപ്പോടെയല്ല ഞാൻ തിരിച്ചു പോയത്. ഉറപ്പായിരുന്നെങ്കിൽ എൻ്റെ സാഹചര്യം മുമ്പിൽ വരുന്നത് എന്തുമായിക്കോട്ടെ, എൻ്റെ വായിലെ വാക്ക് മാറത്തില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. പലപ്പോഴും ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ യേശുവിനെ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ തളർന്നവനായിരുന്നു. അന്ന് രാത്രി ആകപ്പാടെ ഒരു ഉറപ്പ്, ഞാൻ നിന്നു. പക്ഷെ പിന്നെയും കട്ടിലേ കിടന്നു. ആ കട്ടിലെ ഞാൻ കിടക്കുമ്പോൾ വചനം വായിക്കാൻ തുടങ്ങി. വചനം വായിക്കുമ്പോഴൊക്കെ അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തിയുടെ കഥകൾ അവിടെ എഴുതിയിരിക്കുന്നു. അത്ഭുതമില്ലാത്ത സുവിശേഷം കാണാനും കേൾക്കാനും ഉണ്ടെന്ന് യേശു പറഞ്ഞു. അവിശ്വാസം പറഞ്ഞു വന്ന യോഹന്നാന്റെ ശിഷ്യന്മാർ വരുവാനിരിക്കുന്ന നീ തന്നെയാണോ എന്ന് സംശയം പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ എഴുന്നേൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു, നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോയി പറയാൻ. സുവിശേഷം കാണാനുള്ളതും കൂടെയാ, ആ കാണുന്നത് അത്ഭുതങ്ങളാണ്. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ ദാനം തന്നതുകൊണ്ടും ഉറപ്പിക്കുന്ന എത്ര വലിയ രക്ഷ. സോ അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നതാ ദൈവവചനം. അടിപ്പിണ്ടകളാൽ സൗഖ്യമുണ്ട്, ഉയർച്ച തന്നെ പ്രാപിക്കും, ലോകത്തിൻ്റെ അറ്റത്തോളം പോകും. ഈ സത്യം എൻ്റെ ഉള്ളിൽ അറിവായി. യേശു എൻ്റെ കർത്താവാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ തെളിവ് എനിക്ക് കിട്ടി. മഹാസന്തോഷം. എനിക്ക് ഡിപ്രഷനായി പോയായിരുന്നു, നിരാശയായിരുന്നു. അതിൻ്റെ കാരണം എല്ലാം താറുമാറാകുക. തളർന്നു കിടക്കുമ്പോൾ എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ എങ്ങും എത്താൻ പറ്റുന്നില്ല. എത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൈവിട്ടു പോകുന്ന അനുഭവം. നിരീശ്വരാദിയായതുകൊണ്ട് ആരോടാ പ്രാർത്ഥിക്കേണ്ടത് ഒന്നും അറിയത്തില്ല. അങ്ങനെ തകർന്നിരിക്കുന്ന അനുഭവത്തിൻ്റെ ഇടയിൽ ദൈവവചനം അറിയും തോറും ഇത് സത്യമാണെന്നറിയാം. കാര്യം എനിക്ക് തെളിവ് എൻ്റെ സന്തോഷമായിരുന്നു. നിരാശ മാറി. പക്ഷേ യേശുവിൻ്റെ അടിപ്പിണ്ടകളാൽ സൗഖ്യമുണ്ട്. മുടന്തൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ തൽക്ഷണം സൗഖ്യമായി, കുഷ്ഠരോഗി സൗഖ്യം. ഇതൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ പുറത്ത് ദൈവം തന്നിരിക്കുന്ന ഒരു ആവശ്യം, ഈ വിശ്വാസം പ്രായോഗികമായിട്ടാക്കുക, കണ്ടിന്യൂ ചെയ്യുക. ആ കൺവെൻഷൻ തീർന്നപ്പം വിശ്വാസവും ചോർന്നു പോയില്ല. ദൈവവചനത്തിൽ വായിക്കുകയും ഇഫ് യു അബൈഡ് കണ്ടിന്യൂ ഇൻ മൈ വേർഡ്. ഞാൻ തുടർന്നും അവിടെ കിടക്കുമ്പോഴും ഞാൻ ഏറ്റുപറച്ചിൽ തുടങ്ങി. എന്നോട് കർത്താവ് ആ ദിവസങ്ങളിൽ പറഞ്ഞത്, നീ കാണുന്നത് നിനക്ക് ലഭിക്കും. പിന്നീട് ഞാൻ ആ വചനം വായിച്ചത്, ചോദിക്കുന്നതിനും. ഞാൻ അവിടെ കിടക്കുമ്പോഴും കണ്ണടച്ചാൽ ആദ്യമേ കണ്ടുകൊണ്ടിരുന്നത് വീട് ജപ്തിയായി പോകുന്നത്, കുഞ്ഞുങ്ങൾ അനാഥരാകുന്നത്, ഞാൻ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ സാഹചര്യം. കണ്ണടച്ചാൽ സ്വപ്നങ്ങൾ കാണുന്ന മുഴുവൻ ഭീകര സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ ദൈവവചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ, ആലോചന വരാൻ തുടങ്ങുമ്പോൾ, പിശാചി എന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് ദൈവം തന്നു. അതല്ല നടക്കാൻ പോകുന്നത് കണ്ണടയ്ക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ പോയി നിൽക്കുക, സ്റ്റേഡിയങ്ങളിൽ പ്രസംഗിക്കുക, ഓടുന്നത് കാണുക. കർത്താവ് പറഞ്ഞ, നീ കാണുന്നതാ നിനക്ക് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ അത് ഒരു ദിവസമല്ല, 1.5 വർഷം ദിനംതോറും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും എൻ്റെ കയ്യിൽ അധികാരമുണ്ട്. യേശു എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്ന ഏവർക്കും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചവരാണോ, നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്. അധികാരം ഉണ്ടെന്ന്
പറഞ്ഞ് ആ സത്യം അറിഞ്ഞാൽ പോരാ, അത് ഉപയോഗിക്കും കൂടെ ചെയ്യണം. ദൈവവചനത്തിൽ പറയുന്നത് യാതൊന്നും ഒരു ഹാനിയും നിങ്ങൾക്ക് വരുത്തത്തില്ല. ഒന്ന് ഓർക്കെ പറഞ്ഞ, യാതൊന്നും ഒരു ഹാനിയും എനിക്ക് വരുത്തത്തില്ല. ഒരു ദിവസം മാത്രമല്ല, എത്രയോ പ്രാവശ്യം ഞാൻ എഴുന്നേക്കാൻ നോക്കി, കട്ടിലേന്ന് വീണു. അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇതൊന്നും വെറുതെ നടക്കുന്നതാ, സൗഖ്യം എന്ന് പറയുന്നത് വെറുതെയാന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു സത്യമുണ്ടായിരുന്നു, യേശു നുണ പറയത്തില്ല. യേശു വാക്ക് പറഞ്ഞിട്ടുണ്ടോ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഈ കട്ടിലേന്ന് സ്ഥലം വിടും, ഞാൻ ലോക രാജ്യങ്ങളിൽ പോകും, യേശുവിൻ്റെ സാക്ഷിയാകും. കാര്യം വചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് ലോകത്തിന്റെ അറ്റത്തോളം പോകും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല. ഐ സ്റ്റാർട്ടഡ് ഡിക്ലെയറിംഗ്. ഓരോ പ്രാവശ്യം പറയും തോറും ഞാൻ വിശ്വസിക്കുന്നത് യേശുവിനെ മരിച്ചെടുത്തുനിന്ന് ഉയർപ്പിച്ച അതേ ദൈവശക്തി എൻ്റെ മൃത്യ ശരീരത്തിന് ജീവൻ പകരാൻ തുടങ്ങി. എൻ്റെ പേര് ജോജി, എൻ്റെ വൈഫ് ഷീജ, ഞങ്ങളുടെ മകള് സേറ. ഞങ്ങളിവിടെ ദോഹയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു അത്ഭുത സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ 7 വർഷമായി. ഞങ്ങൾ വിവാഹത്തിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ 2012 ഞങ്ങളൊരു കുഞ്ഞിനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങൾ ആ 2012 ഞങ്ങൾ വെക്കേഷന് കടന്നു പോയപ്പം ഞങ്ങൾ ഒരു ചെക്കപ്പിനായിട്ട് ഒരു ഗൈനക്കിൻ്റെ അടുത്ത് പോയായിരുന്നു. അവിടെ ഞങ്ങളുടെ രണ്ടുപേരെയും നോർമൽ ചെക്കപ്സൊക്കെ ചെയ്തു. ഷീജയുടെ റിപ്പോർട്ട് വന്നപ്പം കുറച്ച് നെഗറ്റീവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ തീരാൻ ഹാർഡ്ലി 4 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ റൂട്ടീൻ ചെക്കപ്പിന് വേണ്ടി പോവാം, എക്സ്പെക്റ്റിംഗ് ദാറ്റ് ഞങ്ങൾ നോർമലി ഫിറ്റാണ്, ഞങ്ങൾക്ക് ഒരു പ്രോബ്ലമും ഇല്ല, ഞങ്ങൾ ഹെൽത്തിയാണ്, ഈസിലി ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റും. അത് ഓർത്തിട്ട് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് 4 ഡേയ്സ് ബിഫോർ പോയി. അപ്പോൾ ആ ലേഡി ഡോക്ടർ ഫുൾ എൻ്റെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എന്നെ തൊട്ടപ്പോൾ തന്നെ പുള്ളിക്കാരി ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് എന്നോട് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, യു ഗോ, പോയിട്ട് വേഗം സ്കാനിങ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പോയി സ്കാനിങ്, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി സ്കാനിങ് ചെയ്തപ്പം എൻ്റെ 2 ഓവറി ഫുൾ ഓഫ് സിസ്റ്റാണ്. 1 or 2 അല്ല, ഫുള്ളി അറേഞ്ച് ലൈക്ക് എ നെക്ലസ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ്. അപ്പം എന്നോട്, ഞാൻ ഡോക്ടറുടെ അടുത്ത് തിരിച്ച് റിപ്പോർട്ടിൽ കൂടെ പോയപ്പോൾ ഡോക്ടർ ഹൈലി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ 20 kgs മിനിമം കുറച്ചേ പറ്റും, ഞാനും എൻ്റെ ഹസ്ബൻഡും 20 kgs ഈച്ച് കുറയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു 6 months വരെ നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് നിങ്ങളുടെ ഓവറി ഫുൾ ഓഫ് സിസ്റ്റാണ്. ഈ സിസ്റ്റ് നമുക്ക് മെഡിസിൻ കഴിച്ചിട്ട് ഫസ്റ്റ് സോൾവ് ചെയ്യാം, അതിനകത്ത് പോയില്ലെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ദ ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് സിസ്റ്റിനെ പൊട്ടിച്ച് കളയാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇത്രയും ഞങ്ങൾക്ക് മെഡിക്കലി എനിക്ക് പ്രോബ്ലം ഉണ്ട്. ഞാൻ ഈ സിസ്റ്റ് എല്ലാം കണ്ടിട്ട് ഒത്തിരി ഷോക്ക്ഡായി ഞാൻ. പിന്നെ എന്നോട് പറഞ്ഞു യൂട്രസിൽ 2 ഫൈബ്രോയിഡ്സും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത്ര യങ് ഏജിൽ ഈ ഫൈബ്രോയിഡ് മാതിരി, ആൻഡ് മൈ ബോത്ത് ദ ഓവറീസ് ആർ ഫുൾ ഓഫ് സിസ്റ്റ്. അപ്പോൾ ഐ വാസ് ടോട്ടലി ഡിസപ്പോയിൻറ്റഡ്. അപ്പം ഈ റിപ്പോർട്ട് ഞങ്ങൾ എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടർ ഞങ്ങളെ അങ്ങ് ഷൗട്ട് ചെയ്യുക, ദാറ്റ് നിങ്ങൾ എന്താ ഈ എൻഡ് ഓഫ് ദ വെക്കേഷനിൽ വരിക, ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളുടെ ഓവുലേഷൻ സൈക്കിൾ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഇനീഷ്യൽ വരുന്ന യു ഷുഡ് ഹാവ് കം ഏർലി ബിഫോർ, ഇത് ഒത്തിരി ലേറ്റ് ആയിപ്പോയി, സോ ഐ എം ഹെൽപ്ലെസ്. അപ്പോൾ ദെൻ ഷി ആസ്ക്ഡ് us ടു ടേക്ക് സം മെഡിസിൻ. ഞങ്ങൾക്ക് 6 months മെഡിസിൻ പുള്ളിക്കാരി, ഹോർമോണൽ, സോ മച്ച് മെഡിസിൻസ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഇത്ര ലോങ് പ്രിസ്ക്രിപ്ഷൻ പുള്ളിക്കാരി എഴുതി തരണേ, അതിനകത്ത് ഫുൾ ഹോർമോണൽ മെഡിസിൻസാണ്. പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങൾ ദോഹയിൽ പോവുക, ഡിസംബർ വരെ ഈ മെഡിസിൻസ് കഴിക്കുക, ഈ മെഡിസിൻ കഴിച്ചിട്ട് അഗെയിൻ യു ഗോ ഫോർ എ സ്കാനിങ്, അതിനകത്ത് ശരിയായില്ലെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ദ ഓപ്പറേഷൻ ഫോർ റിമൂവിങ് ദ സിസ്റ്റ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ റിപ്പോർട്ടെല്ലാം എടുത്തിട്ട് ഞങ്ങൾ എന്താ ഹൗ ടു റിയാക്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ പിന്നെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഞങ്ങൾ ഈ റിപ്പോർട്ടെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു. പാരൻസിനോട് വരെ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല, ബിക്കോസ് ഇനി 4 days ഉള്ളൂ ഞങ്ങൾക്ക് തിരിച്ച് ബാക്ക് ടു ദോഹ പോകാൻ. ആഫ്റ്റർ ദാറ്റ് 4 days വി കെയിം ബാക്ക് ടു ദോഹ. ദോഹയെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ചിന്തിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല, ബിക്കോസ് ഹിയർ ദ VBS വാസ് ഗോയിങ് ഓൺ. ദോഹയെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ
ആസ് വി കെയിം ഡൗൺ ദ വെക്കേഷൻ ഫുൾ വെക്കേഷൻ ബൈബിൾ സ്കൂളിൻ്റെ പ്രിപ്പറേഷൻ നടക്കുക. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റിപ്പോർട്ടിനെ പറ്റി ഇതിൻ്റെ സിസ്റ്റിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് ചിന്തിക്കാനേ പറ്റിയില്ല. ഞാൻ ഡയറക്റ്റ്ലി വന്നു. ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ഞങ്ങളുടെ വർഗീസ് ബ്രദർ അവിടെ ഉണ്ടായിരുന്നു, ആസ് എ ടീച്ചറായിട്ട് വിട്ടു. അപ്പോൾ ഐ വാസ് ടീച്ചിങ് സ്മോൾ കിഡ്സ്. പക്ഷേ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് അടുത്ത വർഷം VBS വരുമ്പോൾ എനിക്കൊരു കുഞ്ഞിനെ കർത്താവ് തരണേ, ആ കുഞ്ഞിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കർത്താവ് വഴി നീ ഓർക്കണേ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഐ ഓൾവേസ് പ്രേ, കർത്താവ് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കർത്താവ് എനിക്ക് തരണം. നെക്സ്റ്റ് ഇയർ ഞാൻ ഈ VBS നിൽക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കുടുംബമായിട്ട് ഒരു കുഞ്ഞിൻ്റെ കൂടെ പോകത്തുള്ളൂ. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ VBS പ്രിപ്പറേഷനകത്ത് ഇൻവോൾവ് ആവുക. അപ്പോൾ ഡോക്ടർ ഇമ്പോർട്ടൻ്റ്ലി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആഫ്റ്റർ 1 month നിങ്ങൾ ഈ മെഡിസിൻസ് കഴിക്കാൻ തുടങ്ങാവും. നെക്സ്റ്റ് ഓവുലേഷൻ സൈക്കിൾ വരുമ്പോൾ യു സ്റ്റാർട്ട് ടേക്കിംഗ് ദ മെഡിസിൻസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ VBSയുടെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ 1 month കഴിയുന്നത്. അപ്പോൾ വാട്ട് വി തോട്ട് എന്തായാലും ഞങ്ങൾ മെഡിസിൻ കഴിക്കാൻ പോകുന്നില്ല. വി തോട്ട് മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പേ പിന്നെ അഗെയിൻ ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് ദ VBS, ആഫ്റ്റർ ഓൾ ദ പ്രിപ്പറേഷൻ വാസ് ഫിനിഷ്ഡ്, എവറിത്തിങ്, വി കെയിം ഡൗൺ ടു അവർ ഹൗസ്. ആ ദിവസം ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു, പറഞ്ഞു കർത്താവേ 1 month കഴിയാൻ പോവാൻ, ഞങ്ങൾ ഈ മെഡിസിൻ കഴിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പിന്നെ ഒരു പ്രഗ്നൻസി കിറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഞങ്ങൾ എൻ്റെ യൂറിൻ സാമ്പിൾ അതിനകത്ത് ഇട്ടപ്പം വി വർ ലിറ്ററലി സർപ്രൈസ് ദാറ്റ് ഇറ്റ് വാസ് ഡാർക്ക് റെഡ് കളർ. അപ്പോൾ വീക്ക് പ്രഗ്നൻസി ആണെങ്കിൽ ലൈറ്റ് കളർ വരും, പക്ഷേ ഈ സമയത്ത് ഞങ്ങൾക്ക് ഡാർക്ക് റെഡ് കളറാണ് കിട്ടിയത്. സോ വി വർ 100% ഷുവർ ഞാൻ പ്രഗ്നൻ്റ് ആണ്. സഡൻലി എന്തോ ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്ന പോലേക്ക് ഞങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നു, ദാറ്റ് വെക്കേഷൻ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പേ ഞങ്ങൾ ജനറലി ജസ്റ്റ് വിസിറ്റിന് വേണ്ടി ഞങ്ങളുടെ ഇവിടുത്തെ ദോഹയുടെ ദേവദാസൻ ഉണ്ടായിരുന്നു, വർഗീസ് ബ്രദർ, അവരെ കാണാൻ ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വർഗീസ് ബ്രദർ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ 2 ആയിട്ടാണ് പോകുന്നത്, പക്ഷേ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ 3 ആയിട്ടും തിരിച്ചു വരൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ ചിരിച്ചു. ആൻഡ് ദെൻ ഞങ്ങൾ ചിന്തിച്ചത് മാനുഷ്യമുള്ള കാര്യമാണല്ലോ, ഇത്രയും ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, റിപ്പോർട്ടെല്ലാം കിട്ടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിന് വില ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ മെഡിക്കൽ സയൻസിനകത്തുള്ള പ്രോബ്ലംസ് എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസിയുടെ കിറ്റ് ഞാൻ ഡാർക്ക് റെഡ് കളർ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സഡൻലി ഞങ്ങളുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ കർത്താവ് ഞങ്ങളെ ഓർപ്പിക്കുന്ന പോലെ വർഗീസ് ബ്രദറുടെ ആ പ്രവചനം അവിടെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു, ദാറ്റ് നിങ്ങൾ 2 ആയിട്ട് പോകും, തിരിച്ചു വരുമ്പോൾ നിങ്ങൾ 3 ആയിട്ട് വരും. ഞങ്ങൾ വന്നു പോയി, പക്ഷേ കർത്താവ് അത് അവിടെ അറ്റസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ദോഹ ഹോസ്പിറ്റലിൽ പോയിട്ട് അഗെയിൻ എൻ്റെ കൈ ഫുൾ ഞാൻ നാട്ടിൽ നിന്ന് എടുത്ത മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, അതെല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഈ ദോഹയുടെ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ പുള്ളിക്കാരി തന്നെ ആക്ച്വലി ലിറ്ററലി കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ ഇത്ര സിസ്റ്റ് ഉള്ള ആൾ വിത്തൗട്ട് ടേക്കിംഗ് എനി മെഡിസിൻസ്, സിസ്റ്റ് ക്ലിയർ ആയിട്ടുമില്ല, എങ്ങനെയാണ് കൺസീവ് ആവുന്നത്. അപ്പോൾ പുള്ളിക്കാരി പിന്നെ മേ ബി ഫാൾസ് പ്രഗ്നൻസി ആണോ അങ്ങനെ ഒരു സംശയത്തിൽ പുള്ളിക്കാരി എന്നെ അപ്പം തന്നെ സ്കാനിങ്ങിന് വിട്ട് സ്കാനിങ് കഴിഞ്ഞ് എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്. ബിക്കോസ് അതിനകത്ത് കാണിക്കുന്നത് ഞാൻ ഫീറ്റസ് കാണുന്നുണ്ട്, 5 weeks പ്രഗ്നൻ്റ് ആണ് ഞാൻ. ആൻഡ് അതിന് പുറത്ത് എൻ്റെ ഓവറീസ് ബോത്ത് ആർ ക്ലിയർ, ദർ ഇസ് നോ സിസ്റ്റ് നോ മാസ്, അതാണ് ഒരു മെഡിക്കൽ ടേം അതിനകത്ത്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ മെഡിക്കലിനകത്ത് 1 month ബിഫോർ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നു ദാറ്റ് മൈ ബോത്ത് ഓവറീസ് ആർ ഫുൾ ഓഫ് സിസ്റ്റ്, ഈ സിസ്റ്റ് റിമൂവ് ആവാതെ ഞാൻ പ്രഗ്നൻ്റ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അറ്റ് പ്രസൻറ്റ് യുവർ ഓവറീസ് ആർ ക്ലിയർ, ദർ ഇസ് നോ മാസ് നോ സിസ്റ്റ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ദാറ്റ് ഇത്ര വലിയ അത്ഭുതം ഞങ്ങളുടെ ലൈഫിൽ കർത്താവ് ചെയ്തു. നാട്ടിൽ നിന്ന് തിരിച്ച് ദോഹയിലോട്ട് പ്രിപ്പറേഷൻ തിരിച്ച് വരാൻ വേണ്ടി ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ കൺസീവ് ആണ്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ 100% ഇത് വിചാരിക്കുക, ഈ മെഡിസിൻസ് കഴിക്കാതെ എനിക്ക് ക്യൂർ ആവാൻ പറ്റത്തില്ല. സോ വി ആർ തിങ്കിങ് VBS എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മെഡിസിൻ കഴിക്കാം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൾ ദ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഞങ്ങൾ ഫോളോ ചെയ്യും. പക്ഷേ ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഐ വാസ് ഷോക്ക്ഡ്. ഞാൻ ഈ VBS 1 month പ്രാക്ടീസ്ഡ് സമയത്ത് ഐ വാസ് ജമ്പിങ്, ഐ വാസ് ഡാൻസിങ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് ഓഫ് പ്രഗ്നൻസി ആണ്. സോ 2 months ഇനീഷ്യൽ ഫേസിനകത്ത് നമ്മൾ റെസ്റ്റ് എടുക്കണം. അപ്പം അല്ലെങ്കിൽ നമ്മളുടെ ഈ യൂട്രസിൽ വന്ന് ഈ ഫീറ്റസ് ജോയിൻ ആകുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഫിക്സ് ആവത്തില്ല. ആക്ച്വലി എൻ്റെ പ്രോബ്ലം ഇത് വന്നു. ഈ ജമ്പിങ് കാരണം കൊണ്ട്, ഈ ജമ്പിങ്ങും ഡാൻസിങ്ങും ഇത് കൊണ്ട് എൻ്റെ ഫീറ്റസ് ജോയിനിങ് പ്രോപ്പർ നടന്നില്ല. അതുകൊണ്ട് എൻ്റെ യൂട്രസിൽ ഒരു വലിയ ചതവ് വന്നു. അപ്പം എനിക്ക് കണ്ടിന്യൂസ് ബ്ലീഡിങ് ആണ്. അപ്പം ഞാൻ എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ടും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടെൻഷനായിട്ട് പിന്നെ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ
അപ്പോൾ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഡോക്ടർ ഒരു മലയാളി ലേഡി ആയിരുന്നു. ദാറ്റ് ലേഡി ക്ലിയർലി എൻ്റെ മുഖത്ത് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, ഇത് മിക്കവാറും അബോർഷൻ ആയിട്ട് പോകും, ബിക്കോസ് അത്ര ബിഗ് ഹീമോട്ടോമ നിങ്ങളുടെ ആ ഫീറ്റസിൻ്റെ എംബ്രിയോയുടെ സൈഡിലുണ്ട്. സോ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം ഞങ്ങൾ വിചാരിച്ചു, ഇത് അത്ര ക്ലിയർ ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞു ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു റിസീവ് ദിസ് കിഡ്, ബിക്കോസ് ഇത് 9 months പോകാൻ പോസിബിൾ അല്ല, ബിക്കോസ് നിങ്ങൾക്ക് അത്ര ബ്ലീഡിങ് ആണ്. അപ്പോൾ തന്നെ ഞങ്ങൾ വർഗീസ് ബ്രദറിനെ വിളിച്ചു. വർഗീസ് ബ്രദർ ഞങ്ങൾ ആത്മീയമായിട്ട് ഒത്തിരി ബലപ്പെടുത്തി. ബിക്കോസ് വർഗീസ് ബ്രദറിന് ഉറപ്പായിരുന്നു ഇത് മനുഷ്യയുടെ കാര്യമല്ല, ഇത് കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് വർഗീസ് ബ്രദർ ഞങ്ങൾ ആത്മീയമായിട്ട് ഒത്തിരി ബലപ്പെടുത്തി. സഹോദരി, ഏത് ബ്ലീഡിങ് മെഡിക്കൽ സയൻസ് ശരിയായിരിക്കാം, പക്ഷേ അതിനെ മേലിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവുണ്ട്. കർത്താവിൽ അസാധ്യമായ ഒന്നുമില്ല. ഈ 9 months ഞങ്ങൾക്ക് ഫുൾ, എനിക്ക് എവറി ഡേ എനിക്ക് എന്തെങ്കിലും സ്പോട്സ് ബ്ലീഡിങ് കാണും. 9 months വരെ ലിറ്ററലി എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ 9 months വരെ കർത്താവ് ഞങ്ങളെ ഉള്ളം കയറത്തിൽ ഈ ഉദരത്തെ കർത്താവ് കാത്തു. 9 months കഴിഞ്ഞ് ഒരു നോർമൽ ഡെലിവറി കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നു. ഇന്ന് ഈ കുഞ്ഞിന് 3 years കഴിഞ്ഞ് 2013 ജൂൺ മാസം ഈ കുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് നോർമൽ ഡെലിവറി ആയിട്ട് തന്നു. ഈ കർത്താവ് ഞങ്ങളുടെ രക്ഷകനാണ്. കർത്താവ് ആ സെയിം കർത്താവ് ഇന്നുകൊണ്ട് അത്ഭുതം ചെയ്യും. അത് ഞങ്ങൾക്ക് ഇന്ന് ഈ കർത്താവിടെ ഈ ടെസ്റ്റ് മണി കൊണ്ട് ഞങ്ങൾക്ക് പ്രൂവായി. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുത മന്ത്രി, ഞങ്ങളുടെ സ്നേഹിതൻ, എന്തോ ഡെഫിനേഷൻ പറഞ്ഞാലും അത് കുറവാണ്. നമ്മുടെ വിടുതൽ കർത്താവിൻ്റെ ഹിതമാണ്. സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇങ്ങനെ ചിന്തിക്കരുത്, കഴിഞ്ഞ മീറ്റിങ്ങിലും കഴിഞ്ഞ TV പ്രോഗ്രാമിലും എനിക്കൊരു മാറ്റവും വന്നില്ലായിരിക്കാം. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം നമ്മളിൽ നടക്കാൻ പോവാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ കർത്താവെ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക. കാരണം കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. കർത്താവിൻ്റെ വാക്കൊരിക്കലും മാറില്ല. എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇന്ന് കർത്താവെ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അവരുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്ത് അവർ കരം വെച്ച് ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം യേശു കർത്താവിൻ്റെ അത്ഭുത കരം അവരുടെ മേൽ നീട്ടിയിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെവിയുടെ പ്രയാസം ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. ചെവിക്കകത്ത് ചില മൂളൽ പോലെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകുക, പല കേൾവി പ്രശ്നങ്ങൾ ഒക്കെയായി കേൾക്കുന്നവർ നിങ്ങളുടെ കരം അവിടെ വെക്കണം. കർത്താവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കും. കർത്താവെ, അവിടുത്തെ തൃക്കരം നീട്ടി വിടുവിച്ചിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കണ്ണിൻ്റെ മൂടലുകൾ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ വേദന ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ഈ ദിവസങ്ങളിൽ ഓപ്പറേഷൻ വേണം, വലിയ ട്യൂമറാണ് എന്ന് പറഞ്ഞ കേസുകൾ ആയിട്ടിരിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവിൻ്റെ തൃക്കരം നീട്ടി ആ ട്യൂമർ കർത്താവ് എടുത്തു മാറ്റണം. സൗഖ്യം കൊടുത്തിരിക്കാൻ സ്തോത്രം. ആ ട്യൂമർ അപ്രത്യക്ഷമായി അടുത്ത ആ ടെസ്റ്റിൽ അത്ഭുതകരമായ വിടുതലിൻ്റെ വാർത്ത കേൾക്കാനിടയാക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, മനഭാരത്തോടെ ഇനി അടുത്തൊരു ദിവസം ജീവിക്കുന്ന എങ്ങനെ എന്ന് ചോദ്യചിഹ്നവുമായിരിക്കുന്ന നിരവധി പേരുണ്ടല്ലോ. കർത്താവിൻ്റെ തൃക്കരം നീട്ടി നിൻ്റെ മക്കളെ വിടുവിക്കണം, ആശ്വസിപ്പിക്കണം. നിത്യമായ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ വരട്ടെ. മറ്റ് വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന എല്ലാവരും ഒരു എപ്പിസോഡ് നിങ്ങൾ കുടുംബമായി സ്പോൺസർ ചെയ്യണം. അനേകർക്കത് അനുഗ്രഹമായി തീരും. അപ്പോൾ തന്നെ വീണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഈ യേശു എൻ്റെ കർത്താവാണ് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു. ആ ഒരു അനുഭവം, ആ ഉറപ്പ് പ്രാപിച്ചിട്ടില്ലാത്തവർ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കണം. യേശുക്രിസ്തുവുള്ള ജീവിതം, ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും ജയകരമായൊരു ജീവിതവും മരണാനന്തരം നിത്യമായി കർത്താവിനോടുകൂടെയുള്ള ആ വാഴ്ചയുമാണ്, സ്വർഗീയ അനുഭവമാണ്. എല്ലാ നന്മകളാലും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. അടുത്ത എപ്പിസോഡ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാമായിരിക്കും. അതിൽ കാണും വരെയും കർത്താവ് തൻ്റെ മഹാദയയിൽ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.